ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂസ് റെഡ്യൂസർ ഹുക്കിൽ ആക്ഷൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നായിരുന്നു. അതായത് നമ്മൾ സെയിം കൗണ്ടറിന്റെ എക്സാമ്പിൾ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കൗണ്ടർ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ഡിസ്പാച്ച് മെത്തേഡ് ത്രൂ യൂസ് റെഡ്യൂസറിന്റെ ആക്ഷനെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു സ്ട്രിങ്, ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മളൊരു സ്ട്രിങ് ആയിരുന്നു ഇത് പാസ് ചെയ്ത് കൊടുത്തത്. രണ്ടാമത് വന്നപ്പോഴത്തേക്കും നമ്മൾ ആ സ്ട്രിങ് മാറ്റിയിട്ട് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്താ, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് നമുക്ക് പാസ് ചെയ്യാം, ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഡൈനാമിക് ആയില്ലേ. പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വരിക കേട്ടോ, കാരണം ഇത് കണ്ടിന്യൂഷൻ ആണ്. യൂസ് റെഡ്യൂസർ ഹുക്കിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടി, അതായത് സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും സ്റ്റേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനിറ്റ് സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൗണ്ട് വേരിയബിൾ തന്നെയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഇനിഷ്യൽ വാല്യൂ ഞാൻ 10 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മളിത് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. സോ നമ്മുടെ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ചെയ്യണം അല്ലേ. ഇവിടെ സ്റ്റേറ്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റിനെയാണ്. ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് അപ്ഡേഷൻ ആണ്. കൗണ്ട് പ്രോപ്പർട്ടി ആണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റിലെ. ഇപ്പൊ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് എടുക്കണം. ആ കൗണ്ട് പ്ലസ് ആക്ഷനിൽ വരുന്ന വാല്യൂ കൂടെ ആഡ് ചെയ്ത് പ്രോപ്പർട്ടിയിൽ അപ്ഡേറ്റ് ചെയ്യണം. അത് തന്നെ നമുക്ക് ഡിക്രിമെന്റിലും ചെയ്യാം. കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റിൽ കൗണ്ടിനെ അപ്ഡേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. റീസെറ്റ് ചെയ്യുമ്പം റിട്ടേൺ ചെയ്യേണ്ടത് കൗണ്ട് വേരിയബിളിന് പകരം നമ്മുടെ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ഇനിറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. ഡിഫാൾട്ട് ആസ് യൂഷ്വൽ സ്റ്റേറ്റ് തന്നെ റിട്ടേൺ ചെയ്താൽ മതി. സ്റ്റേറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ക്ലാസ് കോമ്പോണൻസിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിമൈനിങ് പ്രോപ്പർട്ടീസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് മിസ്സായി പോവും. അതായത് ഇപ്പൊ ഞാൻ ഈ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് 2ന്റെ വാല്യൂ എനിക്ക് ഡിലീറ്റ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. സോ ഈ സ്റ്റേറ്റിലെ എല്ലാ പ്രോപ്പർട്ടീസിനെയും നമ്മൾ എല്ലാ എലമെന്റ്സിനെയും സ്പ്രെഡ് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ. അതിന്റെ സിന്റാക്സ് എന്തായിരുന്നു? ട്രിപ്പിൾ ഡോട്ട് സ്റ്റേറ്റ് ഒബ്ജക്റ്റ് നെയിം കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. സെയിം തന്നെ നമുക്ക് ഡിക്രിമെന്റിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് വേരിയബിളിലെ കൗണ്ട് 2 അത് യൂസ് ചെയ്യാം. ഒരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ കേസിന് ഒരു ഇൻക്രിമെന്റ് 2 ഡിക്രിമെന്റ് 2 ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് വേരിയബിളിനെയാണ് ഈ ആക്ഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കൗണ്ട് 2നെ അപ്ഡേറ്റ് ചെയ്യണം, കൗണ്ട് 2നെ ആക്സസ് ചെയ്യണം. അതേപോലെ ഇൻക്രിമെന്റിലും അപ്ഡേറ്റ് ചെയ്യേണ്ടത് കൗണ്ട് 2നെയാണ്, ആക്സസ് ചെയ്യേണ്ടതും കൗണ്ട് 2നെയാണ്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ യൂസ് റെഡ്യൂസർ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന ഇനിഷ്യൽ വാല്യൂ ഒബ്ജക്റ്റ് ആയിട്ട് റീസെറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഞാൻ 2 ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ബട്ടന്റെ ക്ലിക്കിലാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് വേരിയബിളിന്റെ അപ്ഡേഷൻ നടക്കുന്നത്. ഇൻക്രിമെന്റ് 2ഉം ഡിക്രിമെന്റ് 2ഉം ആണ് ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ആക്ഷൻസ്. അതുപോലെ ബട്ടന്റെ നെയിം 10 ആണ്. അതായത് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ 2 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ 10ലേക്ക് ഇൻക്രിമെന്റ് ചെയ്യണം, 10ലേക്ക് ഡിക്രിമെന്റ് ആവണം. 10, 20, 30, 40 എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കണം ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് നടക്കേണ്ടത്. ഇനി നമ്മൾ റെൻഡർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട്, ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറിയില്ലേ. ഒബ്ജക്റ്റ് നമുക്ക് ഡയറക്റ്റ് റെൻഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ആദ്യത്തെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള div ടാഗിൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് വേരിയബിളിനെയാണ് റെൻഡർ ചെയ്യുന്നത്. ഒരു ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ കൗണ്ട് 2 എന്ന് ലേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കൗണ്ട് 2നെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ വാല്യൂ
ക്യാപ്ഷൻ മാത്രമേ ബട്ടന്റെ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സ്റ്റിൽ 2 തന്നെയായിരുന്നു അല്ലേ ഉള്ളത്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 20, 30, 40 ആ ഫോർമാറ്റിൽ ഇൻക്രിമെന്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഡിക്രിമെന്റ് ആവുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടും സെറ്റ് ചെയ്തിട്ട് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റ് ഒബ്ജക്റ്റിന്റെ എല്ലാ വേരിയബിൾസും റീസെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റിനെയും ആക്ഷനെയും നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആക്ഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആക്ഷൻ ത്രൂ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്